സത്യം പറയാമല്ലോ, ഒരു വികാരവും എനിക്ക് തോന്നിയില്ല. ഞാൻ വളരെ നിർവികാരനായാണ് സിനിമ കണ്ടത്. പിന്നീട് നജീബായി മാറിയിരിക്കുന്ന പൃഥ്വിരാജിന്റെ അഭിനയം, അത്തരം ഫാൻസി ഡ്രസ്സ്, ഒരു നാടകം, ഇത് രണ്ടും ചേരുന്നതായാണ് എനിക്ക് തോന്നിയത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ലോകോത്തര നിലവാരമുള്ള മികച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഇനി എക്കാലത്തും തലയെടുപ്പോടെ ആടുജീവിതം എന്ന ബ്ലസ്സി പൃഥ്വിരാജ് ചിത്രവും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നജീബ് എന്ന സാധാരണ മനുഷ്യൻ്റെ മണലാരുണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന ജീവിതാനുഭവങ്ങളിലെ പരീക്ഷണങ്ങളും വ്യതകളും നിസ്സഹായതയും അധികരിച്ച് ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് അതേ പേരിലുള്ള സിനിമ. വർഷങ്ങളുടെ കഷ്ടപ്പാടുകൾ സഹിച്ച് നിരവധി കഷ്ടതകൾ താണ്ടിയാണ് സംവിധായകൻ ബ്ലസ്സി ആടുജീവിതം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ പിന്നണി പ്രവർത്തകരും കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ പൃഥ്വിരാജ് അടക്കമുള്ളവരും എത്രമാത്രം ആത്മസമർപ്പണം നൽകിയിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയാണിപ്പോൾ പ്രേക്ഷകർ അവർക്ക് തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിലാണ് ഈ ചിത്രത്തിൻ്റെ ജനപ്രീതിയിലും കളക്ഷനിലും വെറി പൂണ്ടുകൊണ്ട് ചില മറുനാടന്മാരും ചെകുത്താന്മാരുമെല്ലാം ഈ ചിത്രത്തിനെതിരെ ചില കൂതറ കളികളുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. നമസ്കാരം. ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലം മുമ്പാണ് ആടുജീവിതത്തെക്കുറിച്ചുള്ള തള്ളുകൾ ആരംഭിച്ചതെന്ന് പോലും ആർക്കും അറിയില്ല. തനിക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളെയും സംഭവങ്ങളെയും താറടിക്കുവാനും കുത്തിത്തിരിപ്പുണ്ടാക്കുവാനും തൻ്റെ ഓൺലൈൻ ചാനലിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലിരുന്നു കൊണ്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചനുണകളും പരിഹാസങ്ങളും തട്ടിവിടുന്ന മാന്യ വ്യക്തിയാണ് മറുനാടൻ സാജൻ സ്കറിയ. അത് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നിരീക്ഷിക്കുന്ന മനസ്സ് മലീമസമാകാത്ത ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന കാര്യവുമാണ്. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അവസാനമായി തൻ്റെ ഇരയാക്കിയിരിക്കുന്നത് ആടുജീവിതം എന്ന സിനിമയെയാണ്. 16 വർഷം നീണ്ട സബരിയാണ് ബ്ലസ്സി എന്ന സംവിധായകന്റെ. സ്വന്തം ശരീരത്തിന്റെ ഭാരം 35 കിലോഗ്രാം കുറച്ച പ്രതിഭാശാലിയാണ് നടൻ പൃഥ്വിരാജ്. മലയാള സിനിമ ഓസ്കാറിലേക്ക് ഉയരുകയാണ്. അങ്ങനെ പോകുന്നു ഈ നീണ്ട തള്ളുകൾ. ആ തള്ളൽ ഈ സിനിമയുടെ റിലീസായപ്പോഴേക്കും അങ്ങ് മൂർധന്യത്തിലെത്തി. ഒരുപക്ഷെ ഇതിനു മുൻപ് ഒരു മലയാള സിനിമയ്ക്കും ഇത്ര വലിയ തള്ളുണ്ടായിട്ടുണ്ടാവില്ല. ആ ഒരു തള്ളൽ ശാസ്ത്രം ഏറ്റവും ഭംഗിയായി നടന്നത് ആടുജീവിതത്തിന്റെ കാര്യത്തിലാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ആടുജീവിതത്തെക്കുറിച്ചുള്ള റിവ്യൂകൾ. ഞാൻ ഞെട്ടിപ്പോയി. ആടുജീവിതം ഇറങ്ങുന്നതിന് മുൻപ് തുടങ്ങിയ ആ തള്ളലെ അതിന്റെ മൂർധന്യത്തിലേക്ക് അങ്ങനെ ഉയർന്നുയർന്നു പോകുന്നത് കണ്ടപ്പോൾ, ഒരാളും ഇതേക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പറയാതിരുന്നപ്പോൾ ഞാനും കരുതി ഇതൊരു മഹത്തായ സംഭവമായിരിക്കും. പ്രത്യേകിച്ച് ആടുജീവിതം എന്ന ബെന്യാമിന്റെ നോവൽ വായിച്ചതാണ്. ആ നോവൽ ഇപ്പോഴും ഒരു സിനിമ പോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. സത്യം പറയാമല്ലോ, ഒരു വികാരവും എനിക്ക് തോന്നിയില്ല. ഈ സിനിമ കണ്ട് പലരും പൊട്ടിക്കരഞ്ഞു, പലരും സമ്മർദ്ദമുണ്ടായി എന്നൊക്കെ പറയുന്നെങ്കിലും ഒരു പ്രത്യേക വികാരവും എനിക്ക് തോന്നിയില്ല. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, വളരെ സങ്കടകരമായ ഒരു മാനസികാവസ്ഥ ആവും എന്ന് കരുതി തന്നെയാണ് ഞാൻ സിനിമയ്ക്ക് പോയത്. വാസ്തവത്തിൽ സിനിമ സ്ട്രെസ് ഉണ്ടാക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമുക്ക് ഇഷ്ടംപോലെ സ്ട്രെസ് ഉണ്ട്, ആവശ്യത്തിലധികം വേദനകളും യാതനകളും ദുഃഖങ്ങളും ഉണ്ട്. അതിൻ്റെ കൂടെ സിനിമ കണ്ട് സ്ട്രെസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. സിനിമ നമ്മൾ റിലാക്സ് ചെയ്യിപ്പിക്കണം, ചിരിപ്പിക്കണം, ആനന്ദിപ്പിക്കണം, സന്തോഷത്താൽ കരയിപ്പിക്കണം. അല്ലാതെ സ്ട്രെസ്സും വേദനയും ഉണ്ടാക്കരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഈ സിനിമ സ്ട്രെസ്സിൻ്റെതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത്. പക്ഷെ എനിക്കൊരു സ്ട്രെസ്സും ഉണ്ടായില്ല. ഞാൻ വളരെ നിർവികാരനായാണ് സിനിമ കണ്ടത്. ആ സിനിമ തീരെ മോശമാണെന്ന് ചോദിച്ചാൽ അല്ല, നല്ല സിനിമ തന്നെയാണ്. എന്നാൽ ഈ പറയുന്ന തള്ളി വലുതാക്കുന്നത് പോലെ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. നമ്മളിത് നിർവികാരമായി കണ്ടിരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ ചിത്രീകരിക്കുന്നു എന്ന് നമ്മൾ നോക്കുന്നു, കാണുന്നു എന്നല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് മഹത്തായ ഒന്നും എനിക്ക് തോന്നിയില്ല. ഒരു മരുഭൂമിയിൽ സിനിമ എടുത്തിരിക്കുന്നു. ആ സിനിമയിൽ നമ്മൾ നോവലിൽ വായിച്ചതുപോലെ തന്നെ അതിനേക്കാൾ വൈകാരിക ക്ഷോഭം കുറച്ച് ചില രംഗങ്ങളുണ്ട്. ആടുജീവിതവും അങ്ങനെ തന്നെ, മരുഭൂമിയിലൂടെ രക്ഷപ്പെടലും അങ്ങനെ തന്നെ. നമുക്കൊരു ടേണിംഗ് പോയിന്റോ വൈകാരികതയോ ഒന്നുമില്ല. മനോഹരമായ ദൃശ്യം എന്ന് പറയുന്നത് മരുഭൂമിയിൽ സൃഷ്ടിച്ചതുകൊണ്ടുള്ള ദൃശ്യങ്ങൾ മാത്രമാണ്. അത് മോശമൊന്നുമല്ല, നല്ല ദൃശ്യങ്ങൾ. പക്ഷേ ഇവർ പറയുന്നത് പോലെ ഹോളിവുഡിന്റെ ക്ലാസിക് ഓസ്കാർ ഒന്നും ഞാൻ കണ്ടില്ല. ഇത്രയും തള്ളി 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 ഇത്രയും മഹത്താക്കാൻ മാത്രമൊന്നും ഞാൻ കണ്ടില്ല. പിന്നീട് നജീബായി മാറിയിരിക്കുന്ന പൃഥ്വിരാജിന്റെ അഭിനയം. പണ്ടൊക്കെ എന്റെയൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഞാനൊക്കെ ഒരുപാട് ഫാൻസി ഡ്രസ് നടത്തിയിട്ടുണ്ട്. അത്തരം ഫാൻസി ഡ്രസ്സ്, ഒരു നാടകം, ഇത് രണ്ടും ചേരുന്നതായാണ് എനിക്ക് തോന്നിയത്. എന്റെ തോന്നലാണോ ഇത് മഹത്തായ അഭിനയമാണെന്ന് പറയുന്നത് എനിക്ക് കഴിയില്ല. ഈ റോൾ അഭിനയിച്ചിരുന്നത് ഫഹദ് ഫാസിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ ഭയങ്കര സംഭവമായേനെ, ഒരു സംശയവും വേണ്ട. ഇത് അഭിനയം കൂടിപ്പോയി. അതായത് ബോധപൂർവ്വം നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ അങ്ങ് നാടകീയമായ ശബ്ദത്തിലും വേഷത്തിലും അംഗചലനത്തിലും ഒക്കെ മാറ്റം വരുത്തി അങ്ങ് വല്ലാതെ
വൃത്തികേടാക്കി എന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല, ഈ 35 കിലോ കുറച്ചു എന്നതൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഒടുവിൽ അദ്ദേഹം ഉടുപ്പെല്ലാം ഊരി കുളിക്കാൻ പോകുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ കണ്ടപ്പോൾ മനസ്സിലായി ശരീരത്തിൽ വലിയ കുറവുണ്ടായെന്ന്. ആ ഒരു സീൻ മാത്രമാണ് അത് ബോധ്യപ്പെടുത്തുന്നത്. അതിനുവേണ്ടി മാത്രം 35 കിലോ കുറച്ച് പട്ടിണി കിടക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇതിന് ഭാഷയുടെ പരിമിതികളെ മറികടക്കാൻ കഴിയും എന്നൊരു പ്രത്യേകത ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഫീൽ ഉണ്ടാക്കാനോ വികാരം ഉണ്ടാക്കാനോ മനസ്സിൽ തങ്ങി നിൽക്കാനുള്ള ഒന്നും ഞാൻ കണ്ടില്ല. എല്ലാവരും തള്ളുന്നത് കൊണ്ട്, അതിനെ തള്ളിപ്പറയാൻ ആർക്കും കഴിയാത്തതുകൊണ്ട് എല്ലാവരും മഹത്താണെന്ന് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ആടുജീവിതത്തിൽ ഒരു പ്രത്യേകതയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് ഖേദപൂർവ്വം പറയട്ടെ. ഇതൊക്കെയാണ് സാജൻ സ്കറിയ ആടുജീവിതം എന്ന സിനിമയ്ക്കെതിരെ ഉയർത്തുന്ന വാദങ്ങളും സിദ്ധാന്തങ്ങളും. ഒരു സിനിമ കണ്ട് അതിനെ നിരൂപിക്കുവാനും വിമർശിക്കുവാനും ഒക്കെ ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളും നിരൂപണവുമെല്ലാം സാമാന്യയുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ അത് കേൾക്കുന്നവന് മനസ്സിലാകും ഇതിന്റെ പുറകിൽ ഏതോ കുൽസിത ചിന്തകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അല്ലെങ്കിലും സാജനെ പോലെയുള്ളവരെ തലയിലേറ്റി നടക്കുന്നവർക്കും അയാൾ വിളമ്പുന്ന ഛർദിലുകൾ അതേപടി വിഴുങ്ങുന്നവർക്കും മാത്രമാണ് അയാളുടെ ജൽപ്പനങ്ങൾ വേദവാക്യമാവുക. പക്ഷേ ആടുജീവിതത്തിൻ്റെ കാര്യത്തിൽ സാജൻ സ്കറിയ ഉയർത്തിയ സിദ്ധാന്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഛർദിൽ വിഴുങ്ങുകൾക്ക് പോലും ദഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റുകളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്.